ഭൂമിയുടെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചു കൊള്ളുക, നിങ്ങൾ യഥേഷ്ടം ഈ ഭൂമിയിൽ വിഹരിച്ചു കൊള്ളുക. ഭൂമിയുടെ ചരിവുകളിലൂടെ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക, വിഹരിച്ചു കൊള്ളുക. ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അന്നപാനീയങ്ങൾ ഭുജിച്ചു കൊള്ളുക. പക്ഷേ ഒരു കാര്യം അതിനിടയിൽ ഓർക്കണേ, ജീവിതം അവസാനിപ്പിച്ച് ഭൂമിയിൽ നിന്ന് മടങ്ങിച്ചെല്ലേണ്ടത് റബ്ബിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് മടക്കം. വന്നത് റബ്ബിൽ നിന്നാണ്, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത്. ഇനി തിരിച്ചു ചെല്ലേണ്ടത് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് തിരിച്ചു ചെല്ലേണ്ടത്. അതിനിടയിലെ ഈ തുച്ഛമായ ജീവിതത്തിൽ മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ നിലകൊള്ളണം, തൗഹീദുള്ളവരായി നിലകൊള്ളണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നവരായി നിലകൊള്ളണം, മഹത്തായ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരായി നിലകൊള്ളണം. ഇതാണ് അള്ളാഹു മാനവരാശിയോട്, മനുഷ്യ സമൂഹത്തോട് പറഞ്ഞത്, പഠിപ്പിച്ചത്. എല്ലാം റബ്ബ് ഒരുക്കി, നിങ്ങൾക്ക് മാത്രമല്ല. ഭൂമിയിൽ അനന്തകോടി ജീവജാലങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. ഏതാണ്ട് 8.7 മില്യൺ സ്പീഷീസുകൾ ഭൂമിയിലുണ്ട്, ജീവിവർഗങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്, മനുഷ്യനെ കൂടാതെ, മനുഷ്യനല്ലാതെ. ഈ ലക്ഷോപലക്ഷം ജീവജാലങ്ങൾക്കും ആവശ്യമായത് റബ്ബ് ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മനുഷ്യനോടുള്ള പറയാണ്, കണ്ടു മനസ്സിലാക്കാൻ അറിയാൻ. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, കാണാവുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ പടച്ചവനാണവൻ. കാണാവുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ പടച്ചവനാണവൻ. ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകാതിരിക്കാൻ, ചരിഞ്ഞു പോകാതിരിക്കാൻ അതിന് ബാലൻസായി പർവ്വതങ്ങളെ നാട്ടിവെച്ചവനാണവൻ. വ്യത്യസ്തങ്ങളായ നിരവധി അനവധി ജീവജാലങ്ങളെ ഭൂമിയിൽ വാരി വിതറിയവനാണവൻ. വാനലോകത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നവനാണവൻ. ആ ഭൂമിയിൽ മഴ വന്ന് പതിച്ച് ഭൂമി തണുത്ത് നനഞ്ഞ് അവിടെ വിത്തുകൾ ചീർത്ത് വീർത്ത് ചെടികൾ മാന്യമായ ഇണകളിലായി പുറത്തു കൊണ്ടുവരുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ പ്രവിശാലമായ ഭൂമിയിൽ, ഈ അനന്തകോടി അനുഗ്രഹങ്ങൾക്കിടയിൽ, ഈ ഭൂമിയിലുള്ള ഏതാണ്ട് 8.7 മില്യൺ ജീവജാലങ്ങൾക്കിടയിൽ മനുഷ്യൻ എന്ന ജീവിവർഗം അവൻ ജീവിക്കുമ്പോൾ ചുറ്റുപാടുകളെ നോക്കിയിട്ട് അവൻ ഗ്രഹിക്കണം, മനസ്സിലാക്കണം ഈ മഹാപ്രപഞ്ചത്തിന്റെ സർവ്വ സംവിധാനങ്ങളെയും. എന്നിട്ട് അവൻ ഉൾക്കൊള്ളണം. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഹാദാ ഖൽഖുല്ലാഹ്, അനന്തകോടി നക്ഷത്രങ്ങളെ വാരിവിതറിയ ആകാശ ലോകത്തേക്ക് ചൂണ്ടി, വിശാല വിസ്തൃതമായ ഭൂമിയിലേക്ക് ചൂണ്ടി, കോടാനക്കോടി ജീവജാലങ്ങളിലേക്ക് ചൂണ്ടി, ആർത്തിരമ്പുന്ന അലമാലകളുള്ള സമുദ്രത്തിലേക്ക് ചൂണ്ടി, അങ്ങനെ ചെറുതും വലുതുമായ സർവ്വത്തിലേക്കും ചൂണ്ടി റബ്ബ് പറഞ്ഞു, ഹാദാ ഖൽഖുല്ലാഹ്, ഇത് മുഴുവനും അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹു പടച്ച പടപ്പുകൾ മാത്രമാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അള്ളാഹുവിന് പുറമെ ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് ലോകത്ത് പടച്ചിട്ടുണ്ടെങ്കിൽ ഫഅറൂനി, അതെനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരാമോ? ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ആത്യന്തികമായി മനസ്സിലാക്കിയിരിക്കേണ്ട ആദർശം തൗഹീദിന്റെ മഹത്തായ ആദർശമാണ് എന്നുള്ളത് അഖില പ്രവാചകന്മാരിലൂടെയും ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ആദർശമാണ്. ഈ മഹാപ്രപഞ്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി സംവിധാനിച്ചപ്പോൾ അതിനു പകരമായി ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ദൗത്യമായി നിലകളിൽ കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിലും ആ വേദഗ്രന്ഥങ്ങളുടെ അവസാന പതിപ്പായ വിശുദ്ധ ഖുർആനിലും പ്രഖ്യാപിച്ചത് തൗഹീദിലൂട്ടപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലയിൽ അലിഞ്ഞു ചേർന്ന ഒരു ജീവിതം അള്ളാഹുവിനായി സമർപ്പിക്കുക എന്നുള്ളതാണ്.
നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലും നിരവധി അനവധി ദൃഷ്ടാന്തങ്ങൾ ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വേള നമ്മൾ ദുരന്തങ്ങൾ എന്ന് പേര് വെക്കുന്ന, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ആയത്തുകൾ തൊട്ടറിഞ്ഞ് അനുഭവിക്കാൻ നമുക്ക് അവസരം നൽകപ്പെടുന്നു. ഈ ഓരോ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഈ ലോകത്ത് മതിമറന്നു ജീവിക്കുന്നവനുള്ള ഭയപ്പെടുത്തലാണ് ഓരോ ദൃഷ്ടാന്തങ്ങളും. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. അല്ലാഹു അയക്കുന്ന ഓരോ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും മനുഷ്യർക്കുള്ള മുന്നറിയിപ്പാണ്, ഇൻദാറാണ് എന്ന് ഖുർആൻ പറഞ്ഞു. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാചകം, വഇന്നല്ലാഹ യുഖവ്വിഫുന്നാസ ബിമാ ശാഅ മിൻ ആയത്തിൽ ലഅല്ലഹും യഅ്തബിറൂൻ ഔ യദ്കുറൂൻ ഔ യർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ ചില തഖ്വീഫുകൾ, ഭയപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ബിമാ ശാഅ മിൻ ആയത്തിൻ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആയാത്തുകളെ കൊണ്ട്, ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്. എന്തിനാണത്? ലഅല്ലഹും യഅ്തബിറൂൻ ഔ യദ്കുറൂൻ ഔ യർജിഊൻ. അവരുടെ ബുദ്ധി ഉണരാനാണ്, അവർ ചിന്തിക്കാൻ, നേരായ വഴിയിലേക്ക്, നേരിന്റെ മാർഗത്തിലേക്ക്, തൗഹീദിന്റെ വിശുദ്ധിയിലേക്ക് അവർ മടങ്ങി വരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ഇത് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ലോകത്ത് നമ്മൾ ഒരുപാട് പുരോഗതി പ്രാപിച്ചു, ഒരുപാട് വളർച്ച നേടി. നമ്മുടെ ടെക്നോളജികളുടെ മഹത്വം പറയുകയാണ് നമ്മൾ. പഴയ അവസ്ഥയിൽ നിന്ന് മാറി ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു. മനുഷ്യന്റെ ജോലിഭാരം കുറക്കുന്ന സംവിധാനങ്ങൾ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ മികച്ചവരാണ്, നമ്മൾ പോന്നവരാണ് എന്ന ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ വരാനുണ്ട്. അത്തരം ചിന്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട്. ഇനി എന്തിനാണൊരു ദൈവം, എന്തിനാണൊരു പടച്ചവൻ, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അഹങ്കാരത്തോടെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരടക്കം അറിയാനും ചിന്തിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഡോസുകൾ, ഇത്തരം ആയത്തുകൾ, ഇത്തരം ദുരന്തങ്ങൾ എന്ന് നമ്മൾ പേര് വെക്കുന്ന കാര്യങ്ങൾ നമുക്കായി തരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ് ഇയശ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ള ഫഖീറന്മാരാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലേണ്ട ഫഖീറുമാരാണ്. ഹും മുഹ്താജൂന ഇലൈഹി മിൻ ജമീഇൽ ഹറകാതി വസ്സകനാത്ത്. ഒന്ന് നിങ്ങൾ കനങ്ങണമെങ്കിൽ, ഒരു ശ്വാസം നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ആവശ്യമുണ്ട്, റബ്ബിന്റെ സഹായം ആവശ്യമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ആവശ്യമുള്ള കേവലം ഫഖീറുമാര് മാത്രമാകുന്നു. നിങ്ങൾ എത്ര വളർന്നാലും ഉയർന്നാലും, ഏത് ടെക്നോളജിയെ സംബന്ധിച്ച് പറഞ്ഞാലും നിങ്ങൾ ഫഖീറുമാര് മാത്രമാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹുവാണ് ധന്യൻ, അല്ലാഹുവാണ് ധന്യൻ. വഹുവൽ ഗനിയ്യു അൻഹും ബിദ്ദാത്ത്. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത വിധം ധന്യനായവൻ അല്ലാഹു മാത്രമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് എപ്പോഴും ഓടിച്ചെല്ലേണ്ടവരാ നിങ്ങൾ, എപ്പോഴും റബ്ബിനെ ആശ്രയിക്കേണ്ടവരാണ് നിങ്ങൾ. ആ റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മനുഷ്യ തലമുറയെ ഒന്നാകെ ഭൂമിയിൽ നിന്ന് വിഭാടനം ചെയ്ത് തൂത്തെറിഞ്ഞുകൊണ്ട് പകരം മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണല്ലോ. മനുഷ്യനേക്കാൾ ശക്തിയുള്ള, ആകാരമുള്ള ദിനോസറുകൾ ഭൂമിയിൽ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഇന്നവരുടെ ഫോസിലുകളോ അസ്ഥികൂടങ്ങളോ മാത്രമാണ് ലോകത്ത് മനുഷ്യന് ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ കുറച്ചു ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനുഷ്യന് അവന്റെ ഗവേഷണ പഠന പര്യവേഷണങ്ങളിലൂടെ അവന് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങളെപ്പോലെ സമുദായങ്ങളായി ഉമമുകളായി ലോകത്ത് ജീവിച്ച ഒരുപാട് ജനവിഭാഗങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് ജീവർഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് വിഭാടനം ചെയ്തതുപോലെ ഈ മനുഷ്യകുലത്തെ ഒന്നടങ്കം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് പകരം മറ്റൊരു പടപ്പിനെ ഇവിടെ കൊണ്ടുവരാൻ പര്യാപ്തനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതെന്നും ഓർമ്മ വേണം എന്ന് റബ്ബ് പറയാണ്, അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആ രൂപത്തിലാണ് അള്ളാഹു മനുഷ്യന് വേണ്ടി ഭൂമിയെ സംവിധാനിച്ചത്, എല്ലാം ഒരുക്കി. അലം നജ്അലിൽ അർള മിഹാദാ, മനുഷ്യൻ വസിക്കുന്ന ഭൂമിയെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞ പ്രയോഗം അതാണ്. അലം നജ്അലിൽ അർള മിഹാദാ, എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമനയെ ഉറക്കുവാൻ വേണ്ടി മാതാവ് കെട്ടിക്കൊടുക്കുന്ന തൊട്ടിൽ പോലെ സുരക്ഷിതമായ ഭൂമി നിങ്ങൾക്ക് സംവിധാനിച്ചവനാണ് അല്ലാഹു. നിങ്ങളൊരു ദുരന്തവും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ റിസ്ക്കും എടുത്തിട്ടില്ല. നേരെ മറിച്ച് ഈ പ്രവിശാലമായ ഭൂമിയിലെ അനന്തകോടി സംവിധാനങ്ങളെ മുഴുവനും ഒരുക്കി തന്നത് റബ്ബാൻ. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീആ, മനുഷ്യവർഗത്തിന് വേണ്ടി ഭൂമിയിലെ സർവ്വതും ഒരുക്കിയവനവനാണ്. ഒരു പരിധിവരെ ജീവിക്കുവാൻ അവസരം തന്നവനും അവനാണ്. എന്നിട്ട് ആ റബ്ബ് പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഭൂമിയുടെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചു കൊള്ളുക, നിങ്ങൾ യഥേഷ്ടം ഈ ഭൂമിയിൽ വിഹരിച്ചു കൊള്ളുക. ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിയുടെ ചരിവുകളിലൂടെ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക, വിഹരിച്ചു കൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അന്നപാനീയങ്ങൾ ഭുജിച്ചു കൊള്ളുക. പക്ഷേ ഒരു കാര്യം അതിനിടയിൽ ഓർക്കണേ, വഇലൈഹിൻ നുശൂർ, ജീവിതം അവസാനിപ്പിച്ച് ഭൂമിയിൽ നിന്ന് മടങ്ങിച്ചെല്ലേണ്ടത് റബ്ബിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് മടക്കം. വന്നത് റബ്ബിൽ നിന്നാണ്, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത്. ഇനി തിരിച്ചു ചെല്ലേണ്ടത് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് തിരിച്ചു ചെല്ലേണ്ടത്. അതിനിടയിലെ ഈ തുച്ഛമായ ജീവിതത്തിൽ മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ നിലകൊള്ളണം, തൗഹീദുള്ളവരായി നിലകൊള്ളണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നവരായി നിലകൊള്ളണം, മഹത്തായ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരായി നിലകൊള്ളണം. ഇതാണ് അള്ളാഹു മാനവരാശിയോട്, മനുഷ്യ സമൂഹത്തോട് പറഞ്ഞത്, പഠിപ്പിച്ചത്. എല്ലാം റബ്ബ് ഒരുക്കി. നിങ്ങൾക്ക് മാത്രമല്ല, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ അനന്തകോടി ജീവജാലങ്ങളുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. ഏതാണ്ട് 8.7 മില്യൺ സ്പീഷീസുകൾ ഭൂമിയിലുണ്ട്. ജീവിവർഗങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്, മനുഷ്യനെ കൂടാതെ. മനുഷ്യനല്ലാതെ ഈ ലക്ഷോപലക്ഷം ജീവജാലങ്ങൾക്കും ആവശ്യമായത് റബ്ബ് ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മനുഷ്യനോടുള്ള പറയാണ്, കണ്ടു മനസ്സിലാക്കാൻ അറിയാൻ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, കാണാവുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ പടച്ചവനാണവൻ. കാണാവുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ പടച്ചവനാണവൻ. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും, ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകാതിരിക്കാൻ, ചരിഞ്ഞു പോകാതിരിക്കാൻ അതിന് ബാലൻസായി പർവ്വതങ്ങളെ നാട്ടിവെച്ചവനാണവൻ. വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, വ്യത്യസ്തങ്ങളായ നിരവധി അനവധി ജീവജാലങ്ങളെ ഭൂമിയിൽ വാരി വിതറിയവനാണവൻ. വഅൻസൽനാ മിനസ് സമാഇ മാഅ, വാനലോകത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നവനാണവൻ. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, ആ ഭൂമിയിൽ മഴ വന്ന് പതിച്ച ഭൂമി തണുത്ത് നനഞ്ഞ് അവിടെ വിത്തുകൾ ചീർത്തു വീർത്ത് ചെടികൾ മാന്യമായ ഇണകളിലായി പുറത്തു കൊണ്ടുവരുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ പ്രവിശാലമായ ഭൂമിയിൽ, ഈ അനന്തകോടി അനുഗ്രഹങ്ങൾക്കിടയിൽ, ഈ ഭൂമിയിലുള്ള ഏതാണ്ട് 8.7 മില്യൺ ജീവജാലങ്ങൾക്കിടയിൽ മനുഷ്യൻ എന്ന ജീവിവർഗം അവൻ ജീവിക്കുമ്പോൾ ചുറ്റുപാടുകളെ നോക്കിയിട്ട് അവൻ ഗ്രഹിക്കണം, മനസ്സിലാക്കണം ഈ മഹാപ്രപഞ്ചത്തിന്റെ സർവ്വ സംവിധാനങ്ങളെയും. എന്നിട്ട് അവൻ ഉൾക്കൊള്ളണം. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഹാദാ ഖൽഖുല്ലാഹ്,
അനന്തകോടി നക്ഷത്രങ്ങളെ വാരിവിതറിയ ആകാശ ലോകത്തേക്ക് ചൂണ്ടി, വിശാല വിസ്തൃതമായ ഭൂമിയിലേക്ക് ചൂണ്ടി, കോടാനക്കോടി ജീവജാലങ്ങളിലേക്ക് ചൂണ്ടി, ആർത്തിരമ്പുന്ന അലമാലകളുള്ള സമുദ്രത്തിലേക്ക് ചൂണ്ടി, അങ്ങനെ ചെറുതും വലുതുമായ സർവ്വത്തിലേക്കും ചൂണ്ടി റബ്ബ് പറഞ്ഞു, ഹാദാ ഖൽഖുല്ലാഹ്, ഇത് മുഴുവനും അല്ലാഹുവിന് വഴിപ്പെടുന്ന അല്ലാഹു പടച്ച പടപ്പുകൾ മാത്രമാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് ലോകത്ത് പടച്ചിട്ടുണ്ടെങ്കിൽ ഫഅറൂനി, അതെനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരാമോ? അല്ലാഹുവിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും ലോകത്ത് പടച്ചിട്ടുണ്ടെങ്കിൽ ഫഅറൂനി, നിങ്ങൾ എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരാമോ? വലിയ വലിയ സംഭവം വേണ്ട, സൂര്യനോളം വലിപ്പമുള്ള, സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളെ പോലെ വലിയ വലിയ ഒരു സംഭവമൊന്നും വേണ്ട. ഒരു ഈച്ചയെങ്കിലും, ഒരു ചെറിയ ഈച്ചയെങ്കിലും ആരെങ്കിലും പടച്ചത് കൊണ്ടുവന്ന് കാണിച്ചു തരാമോ? ലോകത്തുള്ള സർവ്വ മനുഷ്യരും സർവ്വ വ്യാജദൈവങ്ങളും അതുപോലെ തന്നെ സർവ്വ ആരാധ്യ വസ്തുക്കളും മൂർത്തികളും ബീവിമാരും ബാബമാരും എല്ലാവരും ഒരുമിച്ചിട്ടെങ്കിലും ഒരു ഈച്ചയെങ്കിലും പടച്ചത് കാണിച്ചു തരാൻ കഴിയുമോ? പടച്ചവൻ പറഞ്ഞു, അവരാരും ഒരു ഈച്ചയെ പോലും ലോകത്ത് പടച്ചിട്ടില്ല. അതുകൊണ്ട് ആ റബ്ബിനെ ഉൾക്കൊള്ളണം. ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിന് വഴിപ്പെടുന്നതാണ്. നീ പറയുന്ന കുന്നാണെങ്കിലും മാമലകളാണെങ്കിലും ഇനി അതല്ല മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും സസ്യലതാദികളാണെങ്കിലും പക്ഷിമൃഗാദികളാണെങ്കിലും കാട്ടരുവികളാണെങ്കിലും കാട്ടാറുകളാണെങ്കിലും ആർത്തിരമ്പുന്ന സമുദ്രമാണെങ്കിലും ഉൽക്കകളാണെങ്കിലും കോടാനക്കോടി നക്ഷത്രങ്ങളാണെങ്കിലും ഇത് മുഴുവനും അല്ലാഹുവിന്റെ പടപ്പുകളാണ്, റബ്ബിന്റെ പടപ്പുകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ്, അല്ലാഹുവിന് വഴിപ്പെടുന്നവരാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തെ റബ്ബ് സംവിധാനിച്ചിട്ടുള്ളൂ. കാറ്റ് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന നിഅമത്താണ്. മന്ദമാരുതൻ, ആ മന്ദമാരുതനെ കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വീർക്കാതിരിക്കാൻ, വിഷമിക്കാതിരിക്കാൻ, തഴുകിപ്പോകാൻ, തലോടിപ്പോകാൻ കാറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിപുരാതനമായ കാലഘട്ടത്തിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് പായക്കപ്പലുകൾ ഉണ്ടാക്കി മനുഷ്യൻ സഞ്ചരിച്ചു. വാസ്കോഡഗാമ അങ്ങകലെ നിന്ന് സഞ്ചരിച്ച് കോഴിക്കോട് കാപ്പാടിന്റെ തീരമണഞ്ഞത് കാറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. കാറ്റിന്റെ ഗതി മനസ്സിലാക്കി പായക്കപ്പലുകൾ ഉണ്ടാക്കി. ആ പായക്കപ്പലുകളിൽ കയറിക്കൊണ്ടാണ് പുരാതന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ സഞ്ചാരം നടത്തിയത്. കാറ്റെന്ന നിഅമത്തിന് മനുഷ്യൻ ഉപയോഗിച്ചതാണ്. മാത്രമല്ല, ആ കാറ്റാണ് കാർമേഘങ്ങളെ താങ്ങിക്കൊണ്ടുവന്നത്. നിനക്ക് മഴ തരാൻ, കൃത്യമായ അളവിൽ മഴ തരാൻ കാർമേഘക്കൂട്ടങ്ങളെ പൊക്കിക്കൊണ്ടുവന്നത്, നയിച്ചു കൊണ്ടുവന്നത് ഒരുപക്ഷെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെന്നോ ജില്ലാടിസ്ഥാനത്തിലെന്നോ ഒക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ കൃത്യമായ അളവിൽ മഴ അടങ്ങുന്ന കാർമേഘക്കൂട്ടങ്ങളെ താങ്ങിക്കൊണ്ടുവന്നത് കാറ്റാണ്. മാത്രമല്ല, മനുഷ്യൻ വീണ്ടും വികസിച്ചു, മനുഷ്യൻ വീണ്ടും ഉയർന്നു, മനുഷ്യൻ വീണ്ടും വളർന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ മനുഷ്യൻ നോക്കുമ്പോ പൂമ്പൊടികൾ പരാഗണം നടത്തുന്ന സസ്യലതാദികൾ പരാഗണം നടത്തുമ്പോ അതിനു വേണ്ടിയുള്ള പൂമ്പൊടികളെ താങ്ങിക്കൊണ്ടുപോകുന്നത് കാറ്റാണ്. ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഈ വിത്തുകളെ അപ്പൂപ്പൻ താടിയിലായി പറത്തിക്കൊണ്ടുപോകുന്ന കാറ്റുകൾ, പൂമ്പൊടികളെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന കാറ്റുകൾ. മാത്രമല്ല, അവിടുന്ന് മനുഷ്യൻ പുരോഗമിച്ചപ്പോ, മനുഷ്യന് വൈദ്യുതി ആവശ്യമായി വന്നപ്പോ കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ അല്ലാഹ് നൽകിയ നിഅമത്തിനെ മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, ആ കാറ്റെന്ന നിഅമത്തിനെ നോക്കുമ്പോ അറിയണം, ആ കാറ്റ് വെറുതെ ഉണ്ടായതല്ല. കാറ്റിന്റെ കഥ SSLC പരീക്ഷ എഴുതാൻ, 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കാറ്റിന്റെ കഥ തേടി പോകുമ്പോ അറിഞ്ഞുകൊള്ളണം അടിസ്ഥാനപരമായ ഒരു കാര്യം. കാർമേഘങ്ങളെ താങ്ങിക്കൊണ്ടുവരുന്ന കാറ്റുകളെ നിയോഗിച്ചത് നാമാണ്. പൂമ്പൊടികളെ പൊക്കിക്കൊണ്ടുപോകുന്ന കാറ്റുകളെ നിയോഗിച്ചത് നാമാണ്. വളരെ കൃത്യമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ പറഞ്ഞു തരികയാണ്. അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ് ഫതുതീറു സഹാബ ഫയബ്സുതുഹു ഫിസ്സമാ കൈഫ യശാ. വിശുദ്ധ ഖുർആനിൽ മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട കാറ്റിനെ സംബന്ധിച്ച പരാമർശങ്ങൾ അല്ലാഹ് പറഞ്ഞു. ആ കാറ്റിനെ നാം നിയോഗിക്കുമ്പോൾ ആ കാറ്റാണ് കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുവന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നിടങ്ങളിൽ മഴ വർഷിപ്പിക്കുന്നത്. എന്നാൽ ആ കാറ്റെന്ന നിഅമത്തിന് അനന്തകോടി അനുഗ്രഹങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി മനുഷ്യൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലുള്ള കാറ്റിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചില സമയത്ത് പറഞ്ഞു പോകും,
നീ നിന്റെ അനുകൂല സാഹചര്യം ഒന്ന് മാറ്റാൻ, നീ നിന്റെ നിലപാടൊന്ന് മാറ്റാൻ. അള്ളാഹുവിന്റെ കൽപ്പനക്കത് വിധേയമാകും, റബ്ബിന്റെ കൽപ്പനക്കത് വിധേയമാകും. ഒരുപാട് അനുഗ്രഹങ്ങളുമായി വന്ന കാറ്റു തന്നെയാണ് ആദ് സമൂഹത്തിന്റെ മേൽ പ്രവർത്തിച്ചത്. ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. മനുഷ്യരോട് റബ്ബ് പറഞ്ഞ വാചകമാണ്. അള്ളാഹുവിന്റെ സൈന്യത്തെ സംബന്ധിച്ച് ഒരാൾക്കും അറിഞ്ഞുകൂടാ, റബ്ബിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് അവന്റെ സൈന്യത്തെ കുറിച്ച് ഒരാൾക്കും അറിഞ്ഞുകൂടാ. 1990 അമേരിക്കൻ ഗവേഷകരായ ഒരു സംഘം ആളുകൾ അവര് ഇതാ മണ്ണുമാന്തിയിട്ട് പര്യവേഷണം നടത്തിയിട്ട് ചെന്നു നോക്കിക്കൊണ്ടുവന്നത് തൂണുകളെ. ആരുടെ തൂണുകളായിരുന്നു അത്? ആദു സമൂഹം ലോകത്ത് തുല്യതയില്ലാത്ത കരുത്തന്മാരായ എഞ്ചിനീയേഴ്സായ ആദു സമൂഹത്തിന്റെ തൂണുകളെ അവർ മാന്തി 90കളിൽ പുറത്തിട്ടു. വിശുദ്ധ ഖുർആൻ അവര് ആ ആദു സമൂഹത്തിലെ ജീവിതത്തിന്റെ അസ്ഥികൂടങ്ങളെ ഭൂമിയിലേക്ക് ഈ ഗവേഷകർ പറിച്ചിടുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ പറഞ്ഞു, വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹാ സബ്അ ലയാലിൻ വസമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഹാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. കാറ്റാടി യന്ത്രം കറക്കാൻ നീ ഉപയോഗിച്ച കാറ്റ്, പൂമ്പൊടികളെ പാറ്റിക്കൊണ്ടുപോയ കാറ്റ്, കാർമേഘ കൂട്ടങ്ങളെ നിനക്ക് വേണ്ടി നയിച്ചു കൊണ്ടുവന്ന കാറ്റ്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി പ്രവർത്തിച്ച കാറ്റ്, അവന്റെ നിർദ്ദേശം വന്നപ്പോൾ അതുവരെ അനുഗ്രഹമായിരുന്നത് മാറിയിട്ട് ദുരന്തമെന്നവർ പേരിട്ട് വിളിക്കുന്ന ദുരന്തത്തിലേക്ക് ആ കാറ്റിനെ റബ്ബ് മാറ്റുകയാണ്. ആദു സമൂഹം, അഹങ്കരിച്ചിരുന്ന സമൂഹം, നാട്യം നടിച്ച സമൂഹം, അള്ളാഹുവിനെ വെല്ലുവിളിച്ച സമൂഹം, ജീവിക്കുവാൻ അർഹതയില്ലാതെ ഭൂമിയിലെ അനന്തകോടി അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ അതേ അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ അവരിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കാറ്റിനെ പ്രതികൂലമാക്കി വിട്ടത് നീ കണ്ടില്ലയോ എന്ന് ഖുർആൻ. ഒറ്റ രാത്രിയല്ല, 7 രാത്രി നിരന്തരമായി കാറ്റടിച്ചു അവരിൽ. 8 പകലും നിരന്തരമായി കാറ്റടിച്ചവരിൽ. ആ കാറ്റ് അതുവരെ അനുഗ്രഹം ചെറിഞ്ഞ കാറ്റ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞപ്പോ ഇതാ വലിയ നാട്യം നടിച്ച പർവ്വതങ്ങൾ തുറന്നിട്ട് വലിയ വമ്പൻ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഉണ്ടാക്കി ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് ലോകത്ത് നാട്യം കാണിച്ച ആദു സമൂഹം ഇതാ തകർന്നടിച്ച് കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, വെട്ടിയിടപ്പെട്ട ഈ തപ്പനത്തടി പോലെ വീണ് കിടക്കുന്നത് കണ്ടില്ലയോ? ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ആധുനിക മനുഷ്യനോട് നിന്റെ ആധുനികമായ യന്ത്രങ്ങൾ കൊണ്ടുപോയി പരിശോധിച്ചു നോക്കടാ. അല്ലാഹ് പറയാണ്, അവരുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു സന്താനം ഇവിടെ ബാക്കിയുണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ആ ജനതയുടെ ആദു സമൂഹത്തിന്റെ കുറ്റിയേറ്റുപോയി എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ അയ്യാമിൻ ഹസാദ്. അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ അതുവരെ അവർക്ക് മഴയും കൊണ്ടുവന്ന കാറ്റ്, പൂമ്പൊടിയുമായി കൊണ്ടുവന്ന കാറ്റ് ആ അള്ളാഹു അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ അവർക്കെതിരെയായി മാറ്റി. ഇത് മനസ്സിലാക്കണം. മനുഷ്യൻ നിഅമത്തുകൾ ഇങ്ങനെ അനുഗ്രഹിക്കണം. എന്തിനാ പടച്ചോൻ ദുരന്തം തരുന്നത് എന്ന് ചോദിക്കാൻ. 1000 അനുഗ്രഹങ്ങളെ കണ്ടില്ല, 1000 അനുഗ്രഹങ്ങളെ കണ്ടില്ല. ഉറങ്ങുമ്പോൾ പോലും മിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ഹൃദയം എന്ന അനുഗ്രഹത്തെ കണ്ടില്ല. അവനറിയാതെ അവന്റെ രക്തം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന കിഡ്നി എന്ന അനുഗ്രഹത്തെ അവൻ കണ്ടില്ല. അവന് കാണാനുള്ള കഴിവ് നൽകിയ സംവിധാനത്തെ അവൻ കണ്ടില്ല. ശ്വസിക്കാനുള്ള വായു അത് നൽകിയ അനുഗ്രഹത്തെ അവൻ കണ്ടില്ല. ഒരു പണിഷ്മെന്റ്, ഒരു ദുരന്തം കൊടുക്കുമ്പോ അവൻ ചോദിക്കുകയാണ്, പടച്ചവൻ എവിടെ? പടച്ചവൻ നിനക്കെന്തിനാണ്? പടച്ചോനെ നിനക്കെന്തിനാണ്? അള്ളാഹു നൽകിയ അനുഗ്രഹം കാറ്റ് മാത്രമല്ല, ആ കാറ്റ് കൊണ്ടുവരുന്ന മഴ. വനസ്സൽനാ മിനസ്സമാഇ മാഅം മുബാറക. ഖുർആന്റെ പ്രയോഗമാണ്. വനസ്സൽനാ മിനസ്സമാഇ മാഅം മുബാറക. അനുഗ്രഹീതമായ മഴ, ബറക്കത്തുള്ള മഴ. അതാ ഖുർആന്റെ പ്രയോഗം, ബറക്കത്തുള്ള മഴ. ആ മഴയാണ് അല്ലാഹു പരലോകത്തെ നിഷേധിച്ച മനുഷ്യന്റെ മുന്നിൽ ദൃഷ്ടാന്തമായി പറഞ്ഞത്. ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത്. ഖുർആൻ പറയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ വരണ്ടുണങ്ങിയ ഭൂമിയെ, വിണ്ടുകീറിയ കട്ടപ്പാടങ്ങളെ കണ്ടില്ലയോ? ഒന്നുമില്ല, ഒരു പച്ചിപ്പ് പോലും ഇല്ലാതെ വിണ്ടുകീറി കിടക്കുന്നിടത്തേക്ക് അവിടേക്ക് മഴത്തുള്ളികൾ വന്നു വീണാൽ പിറ്റേ ദിവസം രാവിലെ നീ പോയി നോക്കുമ്പോ വരണ്ടുകീറി കിടന്നിരുന്ന കട്ടപ്പാടങ്ങളിൽ പച്ചിപ്പ് മുളച്ചു വരുന്നത് നീ കണ്ടിട്ടില്ലയോ? ഇതുപോലെയാ മരിച്ചതിനു ശേഷം മനുഷ്യനെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഖുർആൻ പറഞ്ഞു, പരലോക ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന മഴയെന്ന നിഅമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് വനസ്സൽനാ മിനസ്സമാഇ മാഅ.
മാഅം മുബാറക, അനുഗ്രഹീതമായ വെള്ളം. ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്, അത് ഭൂമിയിൽ വന്ന് വർഷിക്കുന്നത് കൊണ്ടാണ് പച്ചിപ്പുണ്ടാകുന്നത്, ചെടികൾ മുളക്കുന്നത്. മാത്രമല്ല ലക്കും മിൻഹു ശറാബ്, നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത്, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്, നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത്. അങ്ങനെ വെള്ളത്തിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ പഠിപ്പിച്ചു. അത് റഹ്മത്താണെന്ന് പറഞ്ഞു, അത് കാരുണ്യമാണെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അളവിൽ തന്നെ, തോതിൽ തന്നെ നമുക്കത് തന്നു. ആ റബ്ബ് അങ്ങനെ അനന്തകോടി അനുഗ്രഹം ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരു സംഘം ആളുകൾ, അവർ നൂഹ് നബിയുടെ കാലത്ത് ജീവിച്ചവരാണ്, അവർ റബ്ബിനോട് ധിക്കാരം ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ശിർക്കിന്റെ വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോയപ്പോ ആ മഴയോട്, ആ വെള്ളത്തോടല്ല കൽപ്പിച്ചു, ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർള ഉയൂന ഫൽതഖൽ മാ അലാ അംരിൻ ഖദ് ഖുദിർ. അല്ലാഹു പറഞ്ഞു കുറച്ച് കൂടുതൽ അങ്ങ് പെയ്തോ. അള്ളാഹുവിന്റെ കൽപ്പന അങ്ങ് വന്നപ്പോ അവർ തീ പുകച്ചുകൊണ്ടിരുന്ന അടുപ്പിൽ നിന്ന് പോലും പുറത്തേക്ക് വെള്ളമൊഴുകാൻ തുടങ്ങി. അതെ, വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആ വെള്ളം കൊണ്ട് പ്രളയമുണ്ടാക്കി മുക്കിക്കൊന്ന നൂഹ് നബിയുടെ ജനതയുടെ കഥ പറഞ്ഞു തരുമ്പോ ഇന്നും അറാറത്തിലെ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൃഷ്ടാന്തത്തെ, ആ കപ്പൽ എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തെ ബാക്കിയാക്കുമ്പോ വലക്കത് തറക്നാഹാ ആയ ആ ദൃഷ്ടാന്തത്തെ നാം ബാക്കിയാക്കുമ്പോ ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ ആളുണ്ടോ ഖുർആൻ ചോദിക്കാൻ, ആലോചിക്കാൻ ആളുണ്ടോ? പ്രളയം വരുമ്പോ പടച്ചവനെവിടെ എന്നപ്പോഴല്ല ചോദിക്കേണ്ടത്, കുറച്ച് മുമ്പേ ചോദിക്കണമായിരുന്നു. പ്രളയത്തിന് മുമ്പുള്ള ഒരുപാട് അനുഗ്രഹമുണ്ട്. കൃത്യമായി മഴ പെയ്തൊരു സമയമുണ്ട്. ഇതാ തുലാം മഴ വരുന്നു എന്ന് പറഞ്ഞ, ഇടവപ്പാതി മഴ വരുന്നു എന്ന് പറഞ്ഞ് കൃത്യമായി കണക്കാക്കി ആളിന് കുറിച്ച് ആ കൃത്യമായ മഴ കിട്ടിയ സന്ദർഭമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും പടച്ചോനില്ല, പടച്ചോനെ കുറിച്ചുള്ള ചിന്തയില്ല, പടച്ചോനെ കുറിച്ചുള്ള ആലോചനയില്ല. ഇതാ അളന്നു മുറിച്ച് കൃത്യമായി ആവശ്യത്തിന് നമുക്ക് തരുന്ന ഒരുത്തനുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല. ദുരന്തം വന്നപ്പോ പടച്ചോനെവിടെയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിമാസങ്ങളെ മുഴുവൻ ദൃഷ്ടാന്തമാക്കി വെക്കുകയാണ്. ഖുർആൻ പറയാണ്, മഴ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. മഴ മാത്രമല്ല, മഴയ്ക്ക് മുന്നേ വരുന്ന ഇടിയുണ്ടല്ലോ, ഖുർആൻ പറഞ്ഞു മിന്നലുണ്ടല്ലോ. ഖുർആൻ ഒരു അധ്യായം തന്നെ റഅദ് എന്നാണ്. റഅദ് വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വ തമആ. ഇടിമിന്നൽ കണ്ടിട്ടില്ലയോ? ആ ഇടിമിന്നലുകൾ അല്ലാഹുവിന്റെ ആയത്തായിരുന്നു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിരുന്നു. ആദ്യം വന്നത് മിന്നലാണ്, പിന്നെ വന്നത് ഇടിമുഴക്കമാണ്. ഖുർആൻ അതിന്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം വന്ന മിന്നലും അതുപോലെ തന്നെ പിന്നെ വന്ന ഇടിമുഴക്കവും അത് അള്ളാഹുവിന്റെ ആയത്തായിരുന്നു, ദൃഷ്ടാന്തമായിരുന്നു. ഒരു പക്ഷേ മിന്നൽ കണ്ടപ്പോ ഒരു സമയം പകച്ചു പോയിട്ടുണ്ടെങ്കിലും അതേ നിനക്കൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. ആ മിന്നൽ അതേ പ്രതീക്ഷയും ഭയവും ഒരുപോലെ ആ മിന്നൽ തന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു തസ്ബീഹായിരുന്നുവെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ആ മിന്നൽ പോലും, ആ ഇടിമുഴക്കം പോലും ഒരു തസ്ബീഹായിരുന്നുവെന്ന വിവരം നീ അറിഞ്ഞിട്ടുണ്ടോ? ആ മിന്നൽ വന്നു കഴിഞ്ഞപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അവന് ജീവിക്കുവാൻ ആവശ്യമായ നൈട്രജൻ അവൻ ആവശ്യമായ അളവിൽ കിട്ടിയത് ആ ഇടിമിന്നൽ കൊണ്ടാണ്. മാത്രമല്ല, മനുഷ്യൻ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോ വരാനുള്ള കാലഘട്ടത്തിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മിന്നൽ പിണർ അതുകൊണ്ട് സാധിക്കുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക സമൂഹം. ഈ രൂപത്തിൽ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ നൈട്രജനും അതുപോലെ തന്നെ മനുഷ്യൻ ആവശ്യമായ പവർ സേവിങ്ങുമൊക്കെ ഈ മിന്നലിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആ മിന്നൽ പിണറുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോഴും അല്ലാഹു പറഞ്ഞു, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അതുമുള്ളത്. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, ഫയുസീബു ബിഹാ മയ്യശാ. നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ, നൈട്രജൻ തന്ന് നിങ്ങളെ ജീവിപ്പിക്കാൻ മാത്രമല്ല, അതേ നിങ്ങളെ ഇല്ലാതാക്കാനും ആ ഒരു മിന്നൽ പിണർ മതി കേട്ടോ. ഖുർആൻ വളരെ കൃത്യമായി പറയാണ്, ആ ഒരു ഘോര ശബ്ദം മാത്രം മതി കേട്ടോ. അറിയണം, നമ്മൾ മനസ്സിലാക്കണം, ഇന്നുവരെ ഇടിമുഴക്കുണ്ടായിട്ട് ആരുടെയും ചെവി അടിച്ചു പോയിട്ടില്ല. കാരണം മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുവാൻ നിയോഗിച്ച റബ്ബ് തന്നെയാണ് ഇടിമുഴക്കത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അതിന്റെ ശബ്ദം മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാക്കിയിട്ടുള്ളൂ. എന്നാൽ വെടിക്കെട്ട് കേട്ടിട്ട് ശബ്ദം കേൾവി പോയ മനുഷ്യരുണ്ട് ഇവിടെ. പല ആളുകളും
സഹോദരങ്ങളെ, നാം വിശദീകരിച്ചു വന്നത് അല്ലാഹുവിൻ്റെ നിഅ്മത്തുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മൾ കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മനുഷ്യർക്ക് അനുകൂലമാക്കി മാറ്റിയത് ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് റബ്ബിന് ശുക്ർ ചെയ്യാതാകുമ്പോൾ അതേ റബ്ബിൻ്റെ ഓർഡർ തിരിച്ച് വരികയും അതനുസരിച്ചുകൊണ്ട് വിധേയപ്പെടുന്നതുമേ ലോകത്ത് ഉള്ളൂ. അത് കാറ്റാണെങ്കിലും മഴയാണെങ്കിലും അതുപോലെ തന്നെ മിന്നേറാണെങ്കിലും ഇടിമുഴക്കമാണെങ്കിലും നമ്മൾ ഭൂമിയിൽ ഏറ്റവും അധികം നമ്മുടെ ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന കടലാണെങ്കിലും, ഖുർആൻ കടലിനെ കുറിച്ച് പറഞ്ഞു, വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ, നിങ്ങൾക്ക് പുതുമാംസം ഭുജിക്കുവാൻ വേണ്ടി സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നവനാണ് അല്ലാഹു. വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹാ, നിങ്ങൾക്ക് നിങ്ങളുടെ അപാഭരണങ്ങളായി ഉപയോഗിക്കാനുള്ള വില പിടിച്ച മുത്തുകൾ ആ സമുദ്രത്തിൽ നിക്ഷേപിച്ചവനാണ് അല്ലാഹു. വതറൽ ഫുൽക മവാഖിറ ഫീഹി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കിടക്കാൻ കപ്പലുകളെ അതിൽ സംവിധാനിച്ചു തന്നത് അല്ലാഹുവാണ്. അതിന് സൗകര്യമൊരുക്കിയവൻ അല്ലാഹുവാണ്. നമ്മൾ അനുഭവിക്കുന്ന നിരവധി നിഅ്മത്തുകൾക്ക് കാരണമാകുന്നുണ്ട് കടൽ. ആ കടൽ അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി തന്നതാണ്. എന്നാൽ ആ റബ്ബ് തന്നെയാണ് കടലിനെ ചൂണ്ടി പറഞ്ഞത് ഒരു നാളിൽ, വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ കരകവിഞ്ഞൊഴുകും, കടൽ നിന്ന് കത്തും എന്ന്. കടൽ കരകവിഞ്ഞൊഴുകും, കടൽ കത്തും. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ചർച്ച നടക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ്, ഈ അന്തരീക്ഷമാകെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം താമസമില്ലാതെ കടൽ കരകവിഞ്ഞൊഴുകാൻ പോവുകയാണ് എന്ന താക്കീതുകൾ നമ്മുടെ മുന്നിലുണ്ട്. അധികം മനുഷ്യവാസം ഭൂമിയിൽ സാധ്യമല്ല എന്ന് പറയുന്നത് ഈ വിശാലമായ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ആളുകളാണ്. സൂര്യൻ അസ്തമിക്കാറായി, നശിക്കാറായി എന്ന് പറയുന്നത്, കടൽ കരകവിഞ്ഞൊഴുകാറായി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അനുഭവിക്കുന്ന നിഅ്മത്തുകളുടെ ആഴം, അല്ലാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് ഓരോ ദുരന്തങ്ങളും സംഭവിക്കുമ്പോഴാണ്. നമുക്കറിയില്ല. നമ്മൾ പലതും ചൂണ്ടി ചോദിക്കണം, എന്തിനാ ഇത് നമ്മൾ ചോദിക്കുകയാണ്. എന്തിനേറെ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകളെ ചൂണ്ടിപ്പോലും നമ്മൾ ചോദിക്കണം, എന്തിനാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്, എന്തിനാണ് ഈ ഉൽക്കകളൊക്കെ ഭൂമിയിലേക്ക് വരുന്നത് നമ്മൾ ചോദിക്കാൻ. നമുക്ക് തിരിഞ്ഞിട്ടില്ല, നമുക്ക് കഥയറിയില്ല. മനസ്സിലാക്കണം, ആ ഉൽക്കകൾ ഭൂമിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഇരുമ്പുണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുമായി അതിന് ബന്ധമുണ്ട്, ഭൂമിയുടെ ഖനവുമായി അതിന് ബന്ധമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇരുമ്പ് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ നമുക്ക് കഴിയില്ല. അതിന് ആവശ്യമായ മെറ്റീരിയലുകൾ ഭൂമിയിലില്ല. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒരു അധ്യായം തന്നെ അൽ ഹദീദ്, ഇരുമ്പ് എന്ന് പേര് നൽകിക്കൊണ്ട് ഒരു അധ്യായം തന്നെ അല്ലാഹു അവതരിപ്പിച്ചിട്ട് ആ അധ്യായത്തിൽ എന്താ പറഞ്ഞത്, വഅൻസൽനൽ ഹദീദ, ഭൂമിയിൽ ഇല്ലാത്ത ഇരുമ്പിനെ നാം ഇറക്കി എന്ന് ഖുർആൻ പറഞ്ഞത്. പുറത്തു നിന്ന് ഇറക്കിയതാണ്, ഇമ്പോർട്ട് ചെയ്തതാണ് ഇരുമ്പ് എന്ന് ഖുർആൻ പറയാൻ. ആ ഇരുമ്പ് ഭൂമിയിൽ മനുഷ്യന് നൽകപ്പെടുന്നത് അതേ ഈ ഉൽക്കകൾ ഉള്ളത് കൊണ്ടാണ്, ഈ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചത് കൊണ്ട് മാത്രമാണ് എങ്കിൽ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ മാത്രം നമുക്ക് അനുകൂലമായി ആ ഉൽക്കകൾ പ്രവർത്തിച്ചുവെങ്കിൽ ആ റബ്ബിന്റെ ഓർഡർ വരുമ്പോൾ യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തന്തസിറാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ശുദ്ധ ഖുർആൻ പറയാ, നിങ്ങളുടെ നേരെ വാനലോകത്ത് നിന്ന് കറുകറുത്ത കരിമ്പുകകളും തീനാളങ്ങളും തുരുതുര അയച്ചുകൊണ്ട് ഭൂമി തകർത്തെറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. രണ്ടും റബ്ബാ പറഞ്ഞത്, ഒന്നു മാത്രല്ല, രണ്ടും റബ്ബാ പറഞ്ഞത്. ഒരിക്കവൻ റബ്ബാണ്, ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം തിരിക്കുവാനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ റബ്ബാണ്. അതുകൊണ്ട് ദുരന്തം വരുമ്പോ മാത്രം പടച്ചവൻ അന്വേഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, രണ്ടും റബ്ബ് ഒരുപോലെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഹിക്മത്തിനെ ആരും ചോദ്യം ചെയ്യാൻ അർഹതയില്ല, ആർക്കും ചോദ്യം ചെയ്യാൻ അർഹതയില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിലൂടെ പ്രവർത്തിക്കുകയാണ്. ഓരോന്നും നമുക്ക് പാഠമായി. നമ്മെ സംബന്ധിച്ചിടത്തോളം വിധേയപ്പെടലല്ലാതെ, കീഴൊതുങ്ങലല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. മാലിക്കവനാണ്, തീരുമാനിക്കുന്നതവനാണ്, തീരുമാനം അവിടെ നിന്നാണ്. അതുകൊണ്ട് ഒരു മുഅ്മിൻ പൂർണ്ണമായി അത് ഉൾക്കൊള്ളുകയാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം മഹാത്ഭുതമാണ്, ഒരു വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. ഇൻ അസ്വാബഹു ഖൈറുൻ ഹമിദ റബ്ബഹു വശകറ, അവനെ എന്ത് നന്മ ബാധിച്ചാലും
ഏതൊരു ഖൈർ അവന് ലഭിച്ചാലും ഹമിദ റബ്ബഹു, അവന്റെ റബ്ബിനെ ഹംദ് പറയുകയാണ്, അൽഹംദുലില്ലാ പറയുകയാണ്. വശക്കറ, അവൻ റബ്ബിന് നന്ദി കാണിക്കുകയാണ്. വ ഇന്ന സ്വാബത്തുഹു മുസീബത്തുൻ, അവനൊരു മുസീബത്ത് ബാധിച്ചാലും ഹമിദ, അല്ലാഹുവിന് ഹംദ് പറയുകയാണ്. ഹമിദ റബ്ബഹു, തന്റെ റബ്ബിന് ഹംദ് പറയുന്നു. അൽഹംദുലില്ലാ വസബറ, ആ മുസീബത്തിന്റെ പേരിൽ അവൻ ക്ഷമിക്കുകയാണ്. രണ്ടും മുഅ്മിനിന് ഖൈറാണ്. കാരണം ലാ യഖ്ദില്ലാഹു ലഹു ശൈഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു. അവൻ മനസ്സിലാക്കുന്നത്, അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നത്, റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അല്ലാഹ് എന്ത് വിധിക്കുന്നുവോ അത് മുഴുവനും അവന് ഖൈറായി കൊണ്ടാണ് എന്നാണ്. അവന് ഖൈറായിട്ടേ വരൂ എന്നുള്ളതാണ്. കാരണം അവനാണ് മുൽക്ക്, അള്ളാഹുവിനാണ് മുൽക്കുള്ളത്, അള്ളാഹുവിനാണ് തദ്ബീറുള്ളത്, അവനാണ് അധിപതി, അവനാണ് എല്ലാ നിലക്കും അടക്കി വാഴുന്നവൻ, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. ലോകത്തുള്ള മറ്റു ശക്തികളെല്ലാം ഒരുമിച്ച് കൂടിയാലും ഒന്നും തന്നെ അവരെ അധീനമാക്കുന്നില്ല, ഒന്നും അവർ പടക്കുന്നില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്ന വാക്കല്ല. അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നുള്ളതൊരു പക്ഷപാതിത്വത്തിന്റെ പ്രഖ്യാപനമല്ല, ഒരു ആധികാരികമായ വാക്കാണ്. കാരണം യുലിജുൽ ലൈല ഫിന്നഹാരി വയുലിജുൻ നഹാറ ഫില്ലൈലി വസഖറ അശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫില്ലൈൽ, രാവിനെ പകലിലേക്കും പകലിനെ രാവിലേക്കും പ്രവേശിപ്പിക്കുന്നവൻ അവനാണ്. വസഖറ അശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയവൻ അവനാണ്. കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മാ, എല്ലാം അവൻ തീരുമാനിച്ച അജലിലേക്ക് കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്കു, ഇതിനെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബായ അല്ലാഹു. ലഹുൽ മുൽക്കു, അവന് മാത്രമാണ് സർവ്വ അധികാരങ്ങളും സർവ്വ ആധിപത്യങ്ങളും. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ഹോജയാണെങ്കിലും ബീവിയാണെങ്കിലും ശൈഖാണെങ്കിലും തങ്ങളാണെങ്കിലും മരമാണെങ്കിലും കല്ലാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അല്ലാഹു അല്ലാത്ത ശക്തിയാണോ? വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ശക്തികൾ മാ യംലികൂന മിൻ ഖുത്മീർ, ഈത്തപ്പഴം കഴിച്ചിട്ടതിന്റെ കുരുവെടുത്ത് നോക്കുമ്പോൾ ആ കുരുവിനെ പൊതിഞ്ഞൊരു പാട കണ്ടിട്ടില്ലയോ? നിങ്ങൾ ശക്തമായൊന്ന് ഊതിയാൽ പാറിപ്പോകുന്ന പാട കണ്ടിട്ടില്ലയോ? ആ പാട പോലും ലോകത്തൊരു ശക്തിയും അധീനമാക്കുന്നില്ല. മാ യംലികൂന മിൻ ഖുത്മീർ, അല്ലാഹുവിന് പുറമെ മനുഷ്യർ മുഴുവൻ സംഘടിച്ചാലും ജിന്നുകൾ ഒന്നടങ്കം സംഘടിച്ചാലും മലക്കുകൾ ഒന്നടങ്കം സംഘടിച്ചാലും ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം കോണിൽ ജീവജാലങ്ങൾ ഉണ്ടായാലും സൃഷ്ടികൾ ഉണ്ടായാലും അവരൊന്നും തന്നെ അവർ എത്ര ഉന്നതരായിരുന്നാലും എത്ര അധപ്പതിച്ചവരായിരുന്നാലും മാ യംലികൂന മിൻ ഖുത്മീർ, ആ ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ ഉറക്കെ പറയേണ്ട വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ തൗഹീദ്, അതാണ് മോക്ഷം, അതാണ് മോചനം, അതാണ് രക്ഷ. ആ രക്ഷയുടെ പാതയിലേക്ക് മാനവ സമൂഹത്തെ ക്ഷണിക്കലാണ് നമ്മുടെ ബാധ്യത. ആ ദൗത്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ആ ബാധ്യത നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മുച്ചൂടും നമ്മളെ ഭൂമി ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു കളയും. സംശയമൊന്നുമില്ല. ഇതെന്റെ വാക്കല്ല, റബ്ബിന്റെ വാക്കാണ്, അല്ല പറഞ്ഞ വാക്കാണ്. നിങ്ങൾ ഒരു പക്ഷേ നല്ലവരാവാം, നിങ്ങൾ മുവഹിദുകളാകാം, നിങ്ങൾ തൗഹീദുള്ളവരാകാം, നിങ്ങളുടെ വല്യാപ്പക്ക് തൗഹീദ് ഉണ്ടാകാം, നിങ്ങൾ പരമ്പരാഗതമായി വലിയ ഹോജാക്കന്മാരാണ് എന്ന് വാദിക്കുന്നവരാകാം. പക്ഷേ നിങ്ങൾ ആ ദൗത്യം നിർവഹിച്ചില്ല. ആളുകൾ ശിർക്കിലും കുഫ്റിലും അകപ്പെട്ടു പോകുമ്പോ ജീവിതത്തിന്റെ വഴിയറിയാതെ ജീവിതത്തിന്റെ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ മാത്രം ജീവിതം തൊലച്ചവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുമ്പോ അത് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ നാവ് കൊണ്ട് അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ, അധികാര ശക്തി ഉണ്ടെങ്കിൽ അധികാരം കൊണ്ട് നിങ്ങൾ അതിനെ എതിർത്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ മൗനികളായി വായടച്ച് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നാൽ മുച്ചൂടും അല്ലാഹു നിങ്ങളെ തുടച്ചു നീക്കിക്കളയും ദുനിയാവിൽ നിന്ന്. ഇത് വിശുദ്ധ ഖുർആൻ നൽകുന്ന താക്കീതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണിൽ തൗഹീദിന്റെ സുന്ദരമായ വെളിച്ചത്തിന്റെ ആ ശബ്ദം മുഴക്കാൻ, കൂടുതൽ ഗൗരവത്തിൽ മുഴക്കാൻ ഈ പ്രസ്ഥാനം തയ്യാറായിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവിലാണ് ഈ ക്യാമ്പയിൻ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തൗഹീദിന്റെ സുന്ദരമായ ആശയ തലങ്ങളെ നമ്മുടെ ഇടങ്ങളിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, ഇടവഴി
നാടുകളിലേക്ക്, നഗരങ്ങളിലേക്ക്, അങ്ങനെ ഓരോ ഇടങ്ങളിലും നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഈ തൗഹീദിന്റെ സുന്ദരമായ ആശയത്തെ പ്രചരിപ്പിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.